നടപടിക്രമങ്ങൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ചോദ്യം ചെയ്യലായിരുന്നു. കൃത്യമായ ചോദ്യം ചെയ്യൽ, തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വിധേയം. കർണാടകയുടെ നിയമമുണ്ട്, കന്നഡ ലാംഗ്വേജ്. രാഹുൽ മാങ്കൂട്ടം ഇതാ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. മാധ്യമങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഈ ഘട്ടത്തിൽ പറയാനുണ്ടോ എന്ന് മൈക്ക് കൊടുത്തു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് മിണ്ടാനാകുന്നില്ല. കൃത്രിമമായി ചിരി അഭിനയിച്ച് അല്ലെങ്കിൽ കൃത്രിമമായി താൻ സമ്മർദ്ദത്തിലല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശരീരഭാഷയുമായിട്ടാണ് ഒരു കൂസലുമില്ലാതെ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം നടന്നു പോയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇനിയുള്ള ഓരോ നടപടിക്രമങ്ങളുമാണ് വളരെ പ്രധാനമാണ്. കാരണം മൂന്നാമത്തെ ഇപ്പോഴത്തെ കേസ് എന്നത് ബലാത്സംഗമാണ്. ക്രൂരമായ പീഡനമുണ്ട്. മുഖത്ത് തുപ്പുന്നതും ദേഹോപദ്രവം ഏർപ്പിക്കുന്നതും സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിലേക്ക് കടന്നു കയറിയുള്ള ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങളാണ്. ഗർഭിണിയാക്കുന്നു, ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നു അടക്കം. ഈ ഗർഭഭ്രൂണത്തിൻ്റെ DNA പരിശോധനകൾക്ക് ആവശ്യമായ സാമ്പിളുകൾ അടക്കം അതിജീവിത ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കാരണം അവർ ലിറ്ററേറ്റാണ്, അവർ ഡോക്ടറാണ് എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ അതൊക്കെ കൂടുതൽ കുരുക്കാവുകയാണ് ചെയ്യുന്നത്. സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, ഇനിയിപ്പോൾ വൈദ്യപരിശോധന, വലിയ പ്രതിഷേധമാണ് രാഹുൽ നേരിടേണ്ടി വന്നത്. വലിയ പ്രതിഷേധം, DYFI അടക്കമുള്ള യുവജന സംഘടനകളുടെ വലിയ പ്രതിഷേധം, വലിയ മുദ്രാവാക്യങ്ങൾ, കോൺഗ്രസിന് കൂടിയെതിരെ. ഇതാ രാഹുൽ മാങ്കൂട്ടം ജനറൽ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചു. ഇനി വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് അല്ലേ? തീർച്ചയായിട്ടും വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്തിക്കുക. സ്വാഭാവികമായിട്ടും തിരുവല്ല സ്വദേശിയായിട്ടുള്ള യുവതിയാണ്, ഡോക്ടറാണ്. അവരാണ് പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതി പ്രകാരം ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഹാജരാക്കേണ്ടത് തിരുവല്ല കോടതിയിലായിരുന്നു. എന്നാൽ അവിടെ മജിസ്ട്രേറ്റ് അവധിയായതിനാൽ ചുമതല പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 നൽകുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ ഇപ്പോൾ പോലീസ് സന്നാഹമുണ്ട്, വലിയ പോലീസ് സംവിധാനം ഇവിടെയുണ്ട്. സ്വാഭാവികമായിട്ടും ആശുപത്രിയിൽ ഉണ്ടായ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം കോടതിയാണ്, അതിൻ്റേതായ അച്ചടക്കങ്ങളുണ്ട്. അതുകൊണ്ട് ആശുപത്രിയിലാണ് വലിയ പ്രതിഷേധമുണ്ടായത്. വിവിധ യുവജന സംഘടനകൾ, പ്രത്യേകിച്ച് DYFI പോലെയുള്ള സംഘടനകൾ, ഒരു കാലത്ത് പുതുച്ചോർ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തനവുമായി DYFI മുന്നോട്ട് പോകുമ്പോൾ അതിനെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ രാഹുൽ മാങ്കൂട്ടമാണ് ഇന്ന് കൈവിലങ്ങുകൾ വെച്ച് DYFI പ്രവർത്തകരുടെ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞത്. അവരുടെ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാവേണ്ടി വന്നത് എന്നതും ഒരു കാലത്തിൻ്റെ കാവ്യനീതിയായി വേണം വിലയിരുത്താൻ. ഇപ്പോൾ അവിടെ വൈദ്യപരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വൈദ്യപരിശോധന പൂർത്തിയായതിനു ശേഷമാവും ഇവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും എന്തെല്ലാം പഴുതുകളുണ്ടെങ്കിൽ പോലും എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള കൃത്യമായ ഒരു അന്വേഷണം, ചടുലമായ നീക്കങ്ങൾ, കീഴുദ്യോഗസ്ഥർ പോലും അറിയാതെ അർദ്ധരാത്രിയിൽ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തെ കസ്റ്റഡിയിലെടുക്കുകയും തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യലിന് മുന്നിൽ ഉത്തരം മുട്ടുന്ന രാഹുൽ മാങ്കൂട്ടത്തെയാണ് കാണാൻ കഴിഞ്ഞത്. കാരണം കൃത്യമായ തെളിവുകൾ നേരത്തെ തന്നെ ഈ പരാതിക്കാരിയായിട്ടുള്ള യുവതി ശേഖരിച്ചിരുന്നു. അവർ നൽകിയ തെളിവുകൾ ഓരോന്നും പരിശോധിച്ചുകൊണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിൽ സ്ഥാപിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതിനുശേഷം അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിക്കും. ഇവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കോടതി മജിസ്ട്രേറ്റിൻ്റെ വസതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഹാജരാക്കുക. എന്തായാലും ഇവിടെയും വലിയ തോതിലുള്ള പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് അജിംഷാദ്. തീർച്ചയായും വലിയ രീതിയിലുള്ള പോലീസ് ബന്ദോബസ്ത് ആവശ്യമായി വരുന്നു. കാര്യം വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടാകുന്നത്. കോൺഗ്രസിനെതിരെ കൂടിയുള്ള പ്രതിഷേധങ്ങളാണ്. കാരണം KPCCയും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും VD സതീശനും ഷാഫി പറമ്പിലും ഒക്കെ ഉത്തരം പറയണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അത്തരം പ്രവർത്തികളൊക്കെ അറിഞ്ഞിട്ടും അയാൾക്ക് MLA സ്ഥാനം നൽകി, MLA സ്ഥാനം മത്സരിക്കാനുള്ള സീറ്റ് നൽകി, അതിനുശേഷം MLA ആക്കി. അപ്പോഴും ഒന്നും നിയമത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ VD സതീശൻ അടക്കമുള്ളവർ അക്കാര്യങ്ങൾ അറിയാഞ്ഞിട്ടും ശ്രമിച്ചില്ല എന്നുള്ള വലിയ കുറ്റകൃത്യം. മാത്രമല്ല ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള രാഷ്ട്രീയ മറവായി രാഹുൽ മാങ്കൂട്ടം ഉപയോഗിച്ചത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പദവികളാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയും പദവികളിൽ ഇരുന്നു കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം അത്തരത്തിൽ സൈക്കോപാത്ത് പ്രവർത്തികൾ, ക്രൂര പ്രവർത്തികൾ, ബലാത്സംഗം അടക്കമുള്ളവ സ്ത്രീകൾക്കെതിരെ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം, ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. എന്നിട്ടും അതൊക്കെ അറിയാവുന്ന ഘട്ടത്തിലും
പാലക്കാട്ടേക്ക് സീറ്റ് നൽകി. ഇതൊക്കെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധമായി ഉരുണ്ടുകൂടുന്ന സാഹചര്യമാണ്. അത് കൂടുതൽ ഗൗരവത്തോടു കൂടി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യും. അതിനുള്ള ഉത്തരം വി.ഡി. സതീശനും KPCC പ്രസിഡന്റും ഷാഫി പറമ്പിൽ MP ഒക്കെ നടത്തേണ്ടതുണ്ട്, നൽകേണ്ടതുണ്ട്. ഈ യുവതയുടെ പ്രതിഷേധവും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയമായി, അല്ലേ സനോജ് സുരേന്ദ്രൻ? തീർച്ചയായിട്ടും പീഡനവീരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് പടച്ചിട്ടയൊരുക്കിയുള്ള കവചം തീർക്കുന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ പലതരത്തിലുള്ള സ്ത്രീകളുടെ പരാതികൾ നേതൃത്വത്തിൻ്റെ മുമ്പിലെത്തിയിട്ടും ആ പരാതികളോടെല്ലാം മുഖം തിരിച്ചു നിൽക്കുന്ന പാർട്ടി നേതൃത്വത്തെയാണ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ വശീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയമാക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിൽ തുറക്കപ്പെടുകയായിരുന്നു. അങ്ങനെ തുറന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വീണ്ടും കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ ഇദ്ദേഹം ലൈംഗികമായി പീഡനത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. ഒന്നിലേറെ പരാതികൾ, എത്രത്തോളം പരാതികൾ തനിക്കെതിരെ ഉണ്ടാകുമെന്നുള്ള ധാരണ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓർമ്മയിലില്ല. കാരണം അത്രത്തോളം സ്ത്രീകളെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയ സ്ത്രീകൾ എത്രത്തോളമാണ് എന്നുള്ളത് പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല. അത്രത്തോളം സ്ത്രീകളെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവരെ മോശമായ രീതിയിൽ അവരെ ശാരീരികമായും മാനസികമായും പീഡനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. നമുക്ക് പുറത്ത് പറയാൻ കഴിയത്തില്ലാത്ത തരത്തിലുള്ള മൊഴികളാണ് ഈ യുവതി അന്വേഷണ സംഘത്തിന് മുമ്പിൽ നൽകിയിട്ടുള്ളത് എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ഒടുവിൽ നിയമപരമായ ഒരു കീഴടങ്ങൽ അല്ലെങ്കിൽ നിയമപരമായ അതിൻ്റെ അനിവാര്യമായ ഒരു അറസ്റ്റ് ഉണ്ടാവുന്നു. അദ്ദേഹം ജയിലിനുള്ളിലേക്ക് പോകുന്നു. ഒരു MLA കൈവിലങ്ങ് വെച്ചുകൊണ്ട് പീഡനത്തിൻ്റെ ഭാഗമായി ജയിലിനുള്ളിലേക്ക് പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പരാതിയല്ല, ഒന്നിലേറെ പരാതികൾ. ആദ്യം ലഭിച്ച 2 പരാതികളിൽ നിയമപരമായ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കുന്ന ജനറൽ ആശുപത്രിയിൽ നിന്നും സനോജ് തിരിച്ചെത്താം.